സംസ്ഥാനത്ത് വേനൽ കടുത്തിരിക്കുന്നു. കൊടും ചൂടാണ്. ഭാരതപ്പുഴയുടെ അവസ്ഥ വറ്റി വരണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പുഴ സംരക്ഷിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് ആ മേഖലയിൽ നിന്ന് ഉയരുന്നത്. ഷാരിഖ് നവാസ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി നിളയുടെ മുറിപ്പാടുകൾ. കളകളാരവത്തോടെ ഒഴുകിയ പുഴയിൽ ഇന്ന് മണൽത്തിട്ടകൾ മാത്രമാണുള്ളത്. കടുത്ത വേനലിൽ ഭാരതപ്പുഴ മെലിഞ്ഞുണങ്ങി. പടിഞ്ഞാറൻ മേഖലയുടെ പ്രധാന ജലസ്രോതസ്സായ ഭാരതപ്പുഴയും കൈവഴികളും മെലിഞ്ഞുണങ്ങിയതോടെ കർഷകർ ഉൾപ്പെടെയുള്ളവർ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ കാലവർഷം തുടങ്ങുന്നതുവരെയും കൃത്യമായ ഇടവേളകളിൽ മഴ ലഭിച്ചിരുന്നതിനാൽ വേനലിന്റെ കാഠിന്യം കുറവായിരുന്നു. ഇത്തവണ മഴ വഴിമാറി വേനൽ അതിന്റെ പാരമ്യത്തിലെത്തി. മണൽത്തിട്ടുകളും വലിയ കുറ്റിച്ചെടികളും മാത്രമാണ് ഭാരതപ്പുഴയിൽ നിറയെ കാണാൻ കഴിയുന്നത്. തണ്ണീർത്തടം വരണമെങ്കിൽ ഇതിൻ്റെ താഴെ വെള്ളിയാട് എന്ന് പറയുന്ന ഒരു ഉരുക്ക് തടയണ ഉണ്ടാക്കിയിരിക്കുന്നു. അത് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഇവിടെ ഒരു തടയണുണ്ട് നേരെ മീതെ ഇതിൻ്റെ അടുത്ത് തന്നെ. ആ തടയണത്തെ വെള്ളമാണ് അമ്പലപ്പാറ പഞ്ചായത്തിലും ഒറ്റപ്പാലം നഗരസഭയിലേക്കൊക്കെ ഈ വെള്ളം സപ്ലൈ ചെയ്യുന്നത്. തടയണ പുനർനിർമ്മിച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഈ കാട് പിടിച്ച് കിടക്കുന്ന ഈ ഭാഗം അനാവശ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ മയക്കുമരുന്നും കഞ്ചാവും അതും ഇതൊക്കെ നടക്കുന്ന ഇപ്പോൾ അവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് ഇവിടെ. ഇങ്ങനെ ജീർണാവസ്ഥയിൽ നിൽക്കുന്ന ഈ പുഴയെ നല്ല രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ ഭരണകർത്താക്കളായാലും ആര് ഭരിക്കുന്നതാണെങ്കിലും നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഇവിടുത്തെ ഈ വരൾച്ചേനെ മാറ്റാൻ സാധിക്കും. 90കളിൽ ഇവിടെ നിന്ന് നോക്കിയാൽ വെള്ളിയാട് വരെ നമുക്കൊരു പുഴയിൽ കിടക്കുന്ന കടലാസ് പോലും കണ്ടെത്താൻ കഴിയും. നമുക്ക് ഇന്ന് നോക്കി കാണില്ല. പുഴ വരണ്ടതോടെ വൈകുന്നേരങ്ങളിൽ ആളുകൾ വാഹനം ഉൾപ്പെടെ ഇറക്കി സവാരി നടത്തുകയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മഴക്കാലത്ത് നിള നിറഞ്ഞൊഴുകും. ആ സമയത്ത് വെള്ളമൊക്കെ ഉള്ള സമയത്ത് നിറഞ്ഞൊഴുകും. പക്ഷേ അതിനെ സംരക്ഷിക്കാനുള്ളൊരു സംവിധാനം ഇപ്പം നിലവിലില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വേനൽക്കാലത്ത് നദി ഈ പറഞ്ഞതുപോലെ ഒരു കാടായി മാറുകയാണ് നിള നദി. കാരണം നമുക്കറിയാം മുന്നേക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വെള്ളം നിന്നിരുന്ന ഒരു ഭാരതപ്പുഴയാണത്. പക്ഷേ ഇപ്പോൾ നിലവിലിപ്പോൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മരവും പുല്ലുകളൊക്കെ പിടിച്ചിട്ടുള്ള ഒരു കാടാണ്. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരങ്ങളിലും മറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആളുകൾ വാഹനങ്ങൾ ഉപയോഗിച്ച് സഫാരി നടത്തുന്ന ഒരു കേന്ദ്രമായിട്ട് ഈ ഭാരതപ്പുഴ മാറി എന്നുള്ളതാണ്. കാരണം റോഡ് പോലെ ആയി എന്നുള്ളത്. ഇവിടുത്തെ ആളുകൾക്ക് ഈ പുഴ കൊണ്ടുള്ള ഒരു ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു തടയണ അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം കുറച്ച് മുകളിൽ കയറമ്പാറയിലായിട്ട് ഒരു തടയണുണ്ട്. ആ തടയണ അവിടെ ആ പ്രദേശത്തൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞപ്പോൾ മാതന്നൂരിൻ്റെ തടയണ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അതിനിടയ്ക്ക് ഒരു തടയണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്തെ ആളുകളുടെ കുടിവെള്ള പ്രശ്നവും പിന്നെ അതുപോലെ തന്നെ ആളുകൾക്ക് വെള്ളം ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ നടത്താനും ഒക്കെ അത് ഗുണം ചെയ്യും എന്നുള്ളതാണ് പറയാനുള്ളത്. പുഴയിലെ മിക്ക തീരങ്ങളിലും മണൽത്തിട്ടകളുടെ അളവ് കൂടുതലാണെന്ന് ശാസ്ത്രീയമായ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. പരിഹാരത്തിനായി മണലെടുപ്പിന് സർക്കാർ തലത്തിൽ ധാരണയുമായി. നിലവിലെ സാഹചര്യത്തിൽ ഈ വേനലിലും മണലെടുപ്പ് തുടങ്ങാൻ ഇടയില്ല. ഭാരതപ്പുഴയിലെ തടയണകളിൽ ജലലഭ്യത കുറഞ്ഞാൽ ആശ്രയം മലമ്പുഴ ഡാമാണ്. ഡാമിൽ നിന്ന് പുഴയിലേക്ക് വെള്ളം തുറന്നുവിട്ട് തടയണകൾ നിറച്ചാണ് പമ്പിംഗ് മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. കൊടുംവേനലിൽ വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ സങ്കീർണമായ സാഹചര്യമുണ്ടായിരുന്നത്. ഭാരതപ്പുഴ സംരക്ഷിച്ച് നിലനിർത്തണമെങ്കിൽ തടയണ നിർമ്മിക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടെ ഒരു നദിയുണ്ടായിരുന്നു, ഇവിടെ ഒരു നിളയുണ്ടായിരുന്നു, ഇവിടെ ഒരു പുഴയുണ്ടായിരുന്നു, ഭാരതപ്പുഴയുണ്ടായിരുന്നു. കവി KR ചെത്തല്ലൂർ എഴുതിയ വരികൾ അന്വർത്ഥമാവുകയാണ്. ഭാരതപ്പുഴ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ. ഇനി മഴ ലഭിച്ചാൽ മാത്രമാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരമാവുകയുള്ളൂ. ക്യാമറാമാൻ രാജീവ് സുദേവനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.